കേരളത്തിലെ ഉയർന്ന സാക്ഷരത അഭിമാനമാണെങ്കിലും ഓരോ വർഷവും പുറത്തിറങ്ങുന്ന ലക്ഷക്കണക്കിന് ബിരുദധാരികൾക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ പരിമിതമാണ്. പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ തൊഴിൽ വിപണിക്ക് ആവശ്യമായ പ്രായോഗിക നൈപുണ്യം ഇല്ലാത്തത് ഒരു വലിയ തടസ്സമാണ്. വർഷങ്ങളോളം PSC പരീക്ഷകൾക്കായി ചിലവഴിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഉൽപാദനക്ഷമതയുള്ള സമയം നഷ്ടപ്പെടുത്തുന്നതും തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുന്നു. ഓഫീസ് ജോലികളോടുള്ള നമ്മുടെ അമിത താൽപ്പര്യം കാരണം സാങ്കേതിക മേഖലയിൽ ഇതര സംസ്ഥാനക്കാർ നിറയുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിസ്ഥിതി നിയമങ്ങളും കാരണം വലിയ വ്യവസായങ്ങൾ ഇവിടെ കുറവാണ്. ഇത് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളെ ബാധിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രീതിയും വ്യവസായ ലോകത്തെ ആവശ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് പരിഹരിക്കാൻ സിലബസുകളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. മികച്ച ശമ്പളവും ജീവിത സാഹചര്യവും തേടി മിടുക്കരായ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്ന ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിന്റെ തൊഴിൽ വിപണിക്ക് വലിയ നഷ്ടമാണ്. സാങ്കേതിക സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പല യുവാക്കളും സ്വന്തം സംരംഭം തുടങ്ങാൻ മടിക്കുന്നു. അത് ഒരു കാരണമാണ്. കാലത്തിനനുസരിച്ച് ഫ്രീലാൻസിങ്ങും റിമോട്ട് വർക്കിങ്ങുകളും ഏറ്റെടുക്കാൻ നമ്മുടെ യുവാക്കൾ തയ്യാറാകണം. ശരിയായ ദിശയിലുള്ള മാറ്റങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സഹായിക്കും. ഇതുപോലെയുള്ള സാമൂഹിക വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.